ഗൈസ് നമ്മളിന്ന് ഇൻ്റർവ്യൂവിന് പോകാം കേട്ടോ. ഒറിജിനൽ ചാനലിൻ്റെ ഇൻ്റർവ്യൂവിന് പോകണം. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പാണ്. രാവിലെ തന്നെ 7 മണിക്ക് ഇവനെയും കൂട്ടി. നമ്മൾ ലീശൊന്നും ഇടാറില്ലായിരുന്നു, പക്ഷേ പിന്നെ ഇങ്ങനെ ട്രെയിനിലൊക്കെ പോകേണ്ട വന്നുകൊണ്ട് ലീശൊക്കെ ഇട്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോവുകയാണ്, ഞാനും മിട്ടവും പിള്ളേരും എല്ലാം കൂടെ. അവിടുത്തെ ഒരു ചേച്ചിയൊക്കെ വന്നു. ചേച്ചി അതിനൊക്കെ തലപൊടി. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇവിടെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. കുറേ നേരം ട്രെയിനിന് പോസ്റ്റായി. ട്രെയിൻ ലേറ്റായിട്ടൊക്കെ ട്രെയിൻ ലേറ്റായി 1 മണിക്കൂറും 12 മിനിറ്റ് ലേറ്റായിട്ടാണ് ട്രെയിനൊക്കെ വന്നത്. നമ്മൾ ആദ്യ വ്ളോഗാണ് ഇതൊക്കെ. അങ്ങനെ മിട്ടു ആദ്യമായിട്ട് ട്രെയിനിൽ പോകണമെങ്കിൽ ട്രെയിനിൻ്റെ ശബ്ദമൊക്കെ കേട്ടാൽ പേടിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ലീശൊക്കെ വാങ്ങിയിട്ടിട്ടത്. നല്ലൊരു സേഫ്റ്റിക്ക് അത് ഒരു കണക്കിന് നന്നായെന്ന് തോന്നി. കാരണം എപ്പോഴും അവനെ കൈ പിടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. ഇടയ്ക്കൊക്കെ അവനെ വിട്ടിട്ട് ലീശ മാത്രം കൈ പിടിച്ചാൽ ഭയങ്കര ഉപകാരമാണല്ലോ. അതുകൊണ്ട് നമ്മൾ ലീശൊക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്ന് കുറേ നേരം ട്രെയിനിന് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ട്രെയിൻ വന്ന് ഗൈസ്, ട്രെയിനൊക്കെ വന്നു. ഞങ്ങൾ ട്രെയിനിൽ പോകാനുള്ള പരിപാടിയാണ് ഗൈസ്. ട്രെയിനൊക്കെ വന്നു. ഞങ്ങൾ അവനെ പിടിച്ച് ബാസ്ക്കറ്റിലാക്കി. അവൻ ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ പേടിക്കേണ്ട വെച്ചിട്ട് ബാസ്ക്കറ്റിലാക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്ന്. പരശുറാം എക്സ്പ്രസ്സിനാണ് വന്നത്. അതിൽ കയറി. അങ്ങനെ അതിൽ ഒരുപാട് നല്ല മനുഷ്യർ കേട്ടോ. ഇവന് ഒരുപാട് ഫാൻസ്. മിട്ടുവിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാൻസ് ഉണ്ട്. അവരെല്ലാവരും കൂടെ ഇവനെ പൊതിയായിരുന്നു വന്നിട്ട്. അതെല്ലാം എടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്കെന്താ അറിയില്ല, ആൾക്കാർ വരുമ്പോൾ ക്യാമറ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അവൻ കുറേ നേരം നമ്മളെ വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് കുറേ ആസ്വദിക്കും. പിന്നെ നല്ല കാറ്റ് വരുമ്പോൾ തിരിച്ച് അതേപോലെ ഇറങ്ങും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഏതായാലും കുറേയൊക്കെ എൻജോയ് ചെയ്തിട്ട് അവനല്ല അവളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൻ എന്ന് പറയുന്നത്, സോറി ഗൈസ്. നമ്മൾ ആദ്യം ട്രെയിനിന് പോകാനല്ല വിചാരിച്ചായിരുന്നു, കാറിൽ പോകാനാണ് വിചാരിച്ചായിരുന്നു. പിന്നെ ബഡ്ജറ്റൊക്കെ ഒരു വിഷയമായിരുന്നു കാരണം നമ്മൾ കാറിൽ പോയത്, അല്ല ട്രെയിനിൽ പോയത്. ട്രെയിനും കാണട്ടെ, എല്ലാം പറയട്ടെ, എല്ലാ മേഖലയിലും പോകണില്ല. ഇപ്പം മിട്ടു ബൈക്കിൽ പോകും, ട്രെയിനിൽ പോകും, ഇനി പ്ലെയിനിലൂടെ പോകണമെന്നുണ്ട്. പ്ലെയിനിലൂടെ പോകണം. അങ്ങനെ ഞാൻ ക്യാമറ എടുക്കുമ്പോൾ എന്നെ ഇത് വേണ്ടി ക്യാപ്ചർ ചെയ്താണിത്. പിന്നെ നമ്മൾ അവനെ അവിടെയൊക്കെ സൈഡിലൊക്കെ കൊണ്ടിരുത്തി അവനെ വല്ലതും കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. അവന് കാറ്റ് വരുന്ന ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവൾ ഇരുന്നൊക്കെ ചെയ്തിട്ടോ കുറേ നേരം. അവൾ കുറേ നേരം അവിടെ ഇരുന്നൊക്കെ ചെയ്തു. പിന്നെ കുറേ ചേട്ടന്മാരൊക്കെ നോക്കിയിരുന്നായിരുന്നു. അതിൽ വരുന്ന ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ അവളെ കാണുമ്പോൾ അവളെ കളിയും ചിരിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവൾ ഉറങ്ങുന്നു എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറേ പേര് എന്നോട് ഐഡിയയും കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഇതെങ്ങനെ ട്രെയിൻ ചെയ്ത് ചോദിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ കുറേ നേരം പെട്ടീൻ്റെ കയറി ഇരുന്ന് കുറേ ചൊറിഞ്ഞും മാന്തിയൊക്കെ ഇരുന്ന് ഞാൻ അവനിന്ന് ഫുൾ ടൈം ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ അവൾ ഉറങ്ങിയപ്പോൾ എൻ്റെ സീറ്റിൽ നിന്ന് ഞാൻ എണീറ്റ് കൊടുത്ത് അവളെ മാത്രം അതിലിരുത്തി കിടത്തി. അവളവിടെ കിടന്ന് ഞാൻ എണീറ്റ് നിന്ന് അവൾ ഉറങ്ങട്ടെന്നേ, നമുക്കെപ്പോഴും ഇരിക്കാമല്ലോ. അവരുടെ ഉറക്കം പറഞ്ഞാൽ അവർക്ക് മെയിനാണ്. അവരുടെ ഡൈജഷൻ്റെ കാര്യങ്ങൾ അതൊക്കെ ഉറക്കമൊക്കെ മെയിനായതുകൊണ്ട് പിന്നെ നമ്മൾ ഉറങ്ങാൻ വിട്ടു. പിന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ തലോടിയൊക്കെ ഇങ്ങനെ ഇരുന്നു കുറേ നേരം. കുറേ നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ട്രെയിനിൽ ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു. അവർ കുറേ പേര് കൊഞ്ചിക്കാനും കുറേ പേര് നോക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു. ചില മനുഷ്യർ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മനുഷ്യൻ കാറ്റയിലൂടെ നടന്നപ്പോൾ കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു. എനിക്ക് ഭയങ്കര ഹേർട്ടായി. ഇനി ഞാൻ ട്രെയിനിൽ പോകുന്നില്ല, പോയത് പോയി. കാരണം എന്താ വെച്ചാൽ അയാൾ കാലുകൊണ്ട് എൻ്റെ പൂച്ചനെ തട്ടി. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പൂച്ചനെ എന്നെ എടുത്തുകൊണ്ടിരുന്നു, കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടിരുന്നു. അവനൊരിക്കലും പുറത്തോട്ട് വിട്ടില്ല. പിന്നെ നമ്മളവനെ കെയർ ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. കാരണം കാറ്റ്സിനെ അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞവർക്ക് പിന്നെ അതിനോട്ടും വെറുക്കാനും സാധിക്കില്ല. അങ്ങനെ നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ അക്കൗണ്ട് അടിച്ചു പോയി എന്ന് പറഞ്ഞിട്ടും നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിച്ചത് ഒറിജിനൽ ടീംസാണ്. അത് കുഴപ്പമില്ല, നിങ്ങൾ ഏതായാലും ഫേമസ് ആയി കയറ്റല്ലേ, നിങ്ങൾക്ക് ഒരുപാട് ഓഡിയൻസൊക്കെ ഇല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ല, നിങ്ങൾ പോകുന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നമ്മളൊരുപാട് വിഷമത്തിലായിരുന്നു. കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവർ ഒരാവശ്യമില്ലാണ്ട് സസ്പെൻഡ് ആക്കി കളഞ്ഞു, പിന്നെ ഡിസേബിൾ ആക്കി കളഞ്ഞു. ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. കാരണം അത്രയും മില്യൺസ് വ്യൂസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടായിരുന്നു. അതൊരു ഒറ്റയടിക്ക് സസ്പെൻഡും ഡിസേബിളൊക്കെ ആക്കി കളഞ്ഞു. അപ്പോൾ എനിക്ക് നല്ലൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടില്ല. അതാണ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ വലിയ ഇൻട്രസ്റ്റ് കൊടുക്കാതെ ഇപ്പോൾ ഫുള്ള് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇനി തുടർന്നുള്ള വ്ളോഗൊക്കെ വേണമെങ്കിൽ നിങ്ങളിതിൽ കമൻറ്റ് ഇട്ടാൽ മതി, നമ്മൾ ചെയ്തു തരാം. എല്ലാ സാധനങ്ങളും ഇങ്ങനെ വ്ളോഗായിട്ടാണ് വേണ്ടത്, ഷോർട്സ് ആയിട്ടാണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് പറഞ്ഞാൽ മതി, അത് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ എല്ലാത്തിനും റീപ്ലൈ തന്നോളുന്നില്ല, പക്ഷേ നമ്മൾ എല്ലാം കണ്ടറിയും. പിന്നെ നമ്മൾ എറണാകുളത്ത് എത്തിയിട്ട് എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങി വീണ്ടും ഞാൻ അവളെ ബാസ്ക്കറ്റിലാക്കി
ഹോസ്പിറ്റലിലേക്ക് പുറത്തോട്ട് കൊണ്ടുപോയി ഞങ്ങൾ അതിലൂടെ ഒക്കെ നടന്നു പറ്റി. എനിക്കറിയാവുന്ന, ഞാൻ എറണാകുളത്ത് 4 വർഷം ഉണ്ടായത് കാരണം തന്നെ എനിക്ക് അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവിടെ ഒരു നല്ലൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് വേണം വേറെ എവിടെയെങ്കിലും പോകാൻ. കാരണം എപ്പോഴും ക്യാറ്റ്സൊക്കെ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം, ഒരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വ്ളോഗ് എടുക്കുന്നതും എൻ്റെ കൂടെ പോരുന്നതൊക്കെ എൻ്റെ അനിയന്മാരാട്ടോ. അവർക്കുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ മുറിച്ച് സെറ്റാക്കിയിരുന്നു. പിന്നെ നല്ല കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലത്ത് പോയി ഞങ്ങൾ അവിടെ നിന്ന്. അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ മാളങ്ങളുണ്ടായിരുന്നു. എറണാകുളമല്ലേ, ഒരുപാട് എലികളുള്ള സ്ഥലമല്ലേ. ഇവളവിടെ നിന്ന് ഫുഡ് കഴിക്കുക വിശ്രമിക്കുന്നല്ലേ ചെയ്യുന്നത്. അവൾ എലിയെ പിടിക്കാൻ നടക്കുമായിരുന്നു, ഫുള്ള് എലിയെ പിടുത്തം, ചാടിക്കളിക്കുക. ഒരു സ്കൂൾ ഗ്രൗണ്ടിലാണ് നല്ല കാറ്റൊക്കെ ഉള്ള ഒരു മരത്തണൽ. എറണാകുളത്ത് ചെന്നൊരു മരത്തണൽ കിട്ടാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് അവസാനമാണ് എനിക്ക് ഒരു സ്ഥലം ഓർമ്മ വന്നത്. ഞാൻ അവിടെ പോയി നിന്നു. ഞാൻ മുമ്പ് പോയി നിന്നായിരുന്നു, സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ ചെറിയൊരു മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ഞാൻ സെറ്റ് ചെയ്തു. ഞാൻ അവിടെ വരെ ഞങ്ങളിരുന്നു, അവരിരുന്ന് കുറേ നേരം വിശ്രമിച്ചതിൻ്റെ ശേഷമൊക്കെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഇൻ്റർവ്യൂവിലോട്ട് പോയത്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ഫ്ലാറ്റിലേക്ക് പോയിട്ടോ. അവിടുത്തെ ലിഫ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അവൾ ആദ്യമായിട്ട് ലിഫ്റ്റിലും കയറി. വന്നിട്ട് നേരെ ഇൻ്റർവ്യൂവിൻ്റെ അവിടെ എത്തിയപ്പം അവിടെയുള്ള ചേട്ടനും അവിടുത്തെ ഒരുപാട് ആൾക്കാർ, അവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട്. അവരെല്ലാം കൂടെ മിട്ടുവിന് ഭയങ്കര ലൈക്കായി, എല്ലാവർക്കും ഭയങ്കര ലൈക്കായി. മിട്ടുവിനെ കണ്ടാൽ എല്ലാവർക്കും ലൈക്കാന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അവർ കുറേ നേരം എടുത്ത് ലാളിച്ചു, കൊഞ്ചിച്ചു, നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവർ ഇൻ്റർവ്യൂക്ക് ഒരു 1 hour ഡിലേ ആയെങ്കിലും ആ സമയത്തൊക്കെ ശരിക്കും ഞങ്ങൾ പറഞ്ഞാൽ അവിടെ എൻജോയ് ചെയ്തിരുന്നു. ഞങ്ങളൊരു പിക്ക് എടുക്കലും കുറേ പേര് ലാളിക്കലും എൻജോയ് ചെയ്യലും ഒക്കെ അതൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ബീങ് എ ഫാമിലി, ഒരു ഫാമിലി പോലെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവർ വന്നതിൻ്റെ ശേഷം പിന്നെ അവർ കുറേ നേരം നോക്കിയിരുന്നു. മിട്ടു ആണെങ്കിലോ കട്ട പോസിങ് ആയിരുന്നു, അവിടെ ഇരുന്ന് കട്ട പോസിങ്. പിന്നെ അവൻ AC ഒക്കെ ഉള്ളതുകൊണ്ട് അവൾ AC ഒക്കെ ഉള്ള കാരണം ഒരുപാട് നേരം അവിടെ കിടന്നുറങ്ങി. പിന്നെ നമ്മൾ ഔട്ട്ഡോർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിനൂടെ പോയി. അവിടുന്ന് കുറേ നേരം ആ ചേട്ടൻ കുറേ നേരം ഷൂട്ട് ചെയ്തതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് ഒരു പട്ടി, അപ്പുറത്തുനിന്ന് പട്ടി കുറച്ച് നേരം പേടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ നേരം ഷൂട്ട് ചെയ്തു, അവളും പോസ് ചെയ്തു, ഞാനും പോസ് ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നടന്ന് വീണ്ടും ഇൻ്റർവ്യൂക്ക് കയറി. അങ്ങനെ അവിടുന്ന് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു. അതിനി പോസ്റ്റ് ചെയ്യാനുണ്ട്, അവരുടെ ചാനലിൽ വരും, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഞങ്ങളെല്ലാവരും പോയി കാണണം, തീർച്ചയായിട്ടും കാണണം, എൻ്റെ ഓഡിയൻസ് എല്ലാവരും കാണും. പിന്നെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് തിരിച്ചു വരാൻ നോക്കിയപ്പോൾ ട്രെയിനില്ല. ട്രെയിൻ 1 മണിക്ക് 2 മണിക്കൊക്കെ ഉള്ളത്. ഞങ്ങളാകെ ലോക്കായി. പിന്നെ ഞങ്ങൾ അവിടെ റൂം എടുത്ത് അവിടെ നിന്നു. ഞങ്ങൾ പിറ്റേന്ന് രാവിലെ പോരാന്നുള്ളൊരു മൈൻഡ്. ഒന്നുമില്ലാത്ത ഞങ്ങളെ ഇങ്ങനെയൊക്കെ ആക്കിയത് എൻ്റെ പ്രേക്ഷകരാണ്. നിങ്ങൾക്ക് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഞങ്ങളോട് സഹകരിച്ച ഒറിജിനൽ ചാനലിൻ്റെ ടീംസിന് ഒരുപാട് നന്ദി. ഞങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിച്ചതിനും അതുപോലെ ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. എല്ലാവർക്കും നന്ദി. ബൈ ഗൈസ്.